പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വലിയ കൃഷിയിടത്തിൻ്റെയും മനോഹരമായ ഉദ്യാനത്തിൻ്റെയും നടുവിലായിരുന്നു അയാളുടെ വീട്. ചുറ്റും നിറയെ പൂക്കളും ഫലവൃക്ഷങ്ങളും തുടുപ്പോടെ നീന്തിത്തുടിക്കുന്ന മീനുകളുമൊക്കെയുള്ള ആരും കൊതിക്കുന്ന ഒരു സ്വർഗതുല്യമായ ഇടം. പക്ഷേ നാളുകളായി ഒരേ കാഴ്ചകൾ തന്നെ കണ്ട് അയാൾക്ക് ആ സ്ഥലത്തോട് വല്ലാത്ത ഒരു മടുപ്പ് തോന്നി. സ്വർഗമാണെങ്കിലും നിരന്തരം കാണുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. ഒടുവിൽ ആ സ്ഥലം വിറ്റ് മറ്റെവിടെയെങ്കിലും ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ അയാൾ തീരുമാനിച്ചു. അതിനായി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ സമീപിക്കുകയും ചെയ്തു. പിന്നാലെ പുതിയൊരു വീട് കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു അയാൾ. അടുത്ത ദിവസം രാവിലെ പത്രം നിവർത്തിയപ്പോൾ അതിലൊരു പരസ്യം അയാളുടെ കണ്ണിലുടക്കി. അതിമനോഹരമായൊരു വീടും പറമ്പും വിൽക്കാനുണ്ട്. പരസ്യത്തിലെ ആ വീടിൻ്റെയും പരിസരത്തിൻ്റെയും വിവരണം വായിച്ചപ്പോൾ അയാൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒട്ടും സമയം കളയാതെ പരസ്യത്തിൽ കണ്ട നമ്പറിലേക്ക് അയാൾ വിളിച്ചു. ഫോണെടുത്ത ബ്രോക്കർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, അത് മറ്റാരുടെയും വീടല്ല, നിങ്ങൾ വിൽക്കാൻ ഏൽപ്പിച്ച നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ പരസ്യമാണ്. നമ്മുടെ കൈവശമുള്ള നന്മകളെയും സൗഭാഗ്യങ്ങളെയും തിരിച്ചറിയാൻ മറ്റൊരാളുടെ കണ്ണ് വേണ്ടി വരുന്നു എന്നതാണ് പലരുടെയും പരാജയം. ദൂരെ കാണുന്ന പച്ചപ്പിനേക്കാൾ മനോഹരമാണ് നമ്മുടെ കൽക്കീഴിലുള്ള പുൽത്തകിടി എന്ന് തിരിച്ചറിയുമ്പോഴാണ് ജീവിതം സന്തോഷഭരിതമാകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്തെന്നറിയണമെങ്കിൽ അയൽപ്പക്കക്കാരൻ്റെ ജീവിതത്തിലെ അവൻ്റെ ജനലിൽ നിന്ന് നമ്മളിലേക്കൊന്ന് നോക്കണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതം എത്രമേൽ നന്മ നിറഞ്ഞതും എത്രമേൽ സന്തോഷഭരിതമാണെന്നും മനസ്സിലാവുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അതിൽ ആനന്ദം കണ്ടെത്താനും കൂടി ശീലിച്ചാൽ എല്ലാം ഹാപ്പി.